ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് ക്ലാസ് റൂം. ഞാൻ രമ്യ. വിന്നേഴ്സ് ക്ലാസ് റൂം എന്ന ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഹിന്ദി ഭാഷയിലെ ടെൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനി ഇത് ഹിന്ദി ഭാഷയിലെ രണ്ടാമത്തെ കാറ്റഗറി, ടെൻസിൻ്റെ സെക്കൻഡ് കാറ്റഗറിയിലോട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ സബ്ജക്റ്റ് എന്ന് പറയാറുണ്ട്. അതെന്താണെന്നൊന്നും കൂടി പറയാം. പല കുട്ടികൾക്കും അറിയായിരിക്കും. സബ്ജക്റ്റ് നോക്കി വേണം നമ്മൾ ഓരോന്ന് പ്രയോഗിക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിലൊരു ക്രിയ ഉണ്ടാവും, വെർബ് അല്ലേ? വെർബ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ക്രിയ. എന്തോ ചെയ്യുന്നൊരു കാര്യം. രാം ആത്താ ഹേ എന്ന് പറയുമ്പോൾ വരുന്നു, ഈ ആ എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ഈ വരുന്നു എന്നുള്ളതിനോട്, ആ വെർബിനോട് നമ്മൾ ചോദിക്കണം ആര് അല്ലെങ്കിൽ എന്ത്. ആര് വരുന്നു അല്ലെങ്കിൽ എന്ത് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് സബ്ജക്റ്റ്. ഇവിടെ ഇപ്പോൾ രാം ആത്താഹേ എന്ന് പറയുമ്പോൾ ആരാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ രാം എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രാം ആണ്. ഓക്കെ, ഇനി നമുക്ക് ടെൻസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് രാം ആത്താ ഹേ, രാം വരുന്നു എന്നുള്ള ആ ഒരു വെർബ്, ആ ഒരു കാറ്റഗറിയിലെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിച്ചത്. ഇനി രണ്ടാമത്തെ ഫോം നമ്മൾ ആദ്യം കാലം, അതായത് ടെൻസസ് പഠിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു, ഇതാണ് സെക്കൻഡ് ഫോം അല്ലേ? ടെൻസിൻ്റെ സെക്കൻഡ് ഫോം ഇങ്ങനെയാണ്: രാം ആ രഹാ ഹേ. മലയാളത്തിൽ പറയുമ്പോൾ രാം വന്നുകൊണ്ടിരിക്കുന്നു. രഹ എന്ന് വരുമ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഇതേ ടെൻസിൽ, അതായത് രാം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അതേ ടെൻസിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് അതിനെ നമുക്ക് ഹിന്ദിയിലോട്ടാക്കി നോക്കാം. പെൺകുട്ടി വന്നുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ലഡ്കി. വന്നുകൊണ്ടിരിക്കുന്നു ആ രഹി ഹേ. കണ്ടോ, രാം ആയിരുന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? രാം ആ രഹാ ഹേ, ലഡ്കി ആ രഹി ഹേ. എന്താ ഇവിടെ ചേഞ്ച് ഉണ്ടായത്? രഹ എന്നുള്ളത് രഹി എന്നായി മാറി അല്ലേ? പെൺകുട്ടി, കണ്ടോ, ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? ലഡ്കി. സബ്ജക്റ്റ് സ്ത്രീലിംഗം ആയതുകൊണ്ട് ഇവിടെ രഹി എന്ന് ചേർത്തു. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ആൺകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആൺകുട്ടികൾ എന്നുള്ളതിന് ലഡ്കെ. കളിക്കുക ഖേൽ രഹന, ഖേൽ. അപ്പോൾ ഖേൽ രഹേ ഹേ. കണ്ടോ, രഹേ ഹേ എന്നാക്കി. ഇവിടെ ഹേക്ക് ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. അതുപോലെ ഇവിടുത്തെ സബ്ജക്റ്റ് പുല്ലിംഗമാണ്. ലഡ്കെ എന്നുള്ളത് പുല്ലിംഗ ബഹുവചനം. അതുകൊണ്ട് ഇവിടെ എന്താ ചേഞ്ച് വന്നത്? രഹേ എന്ന് വന്നു. പുല്ലിംഗ ബഹുവചനത്തിൻ്റെ കൂടെ രഹേ എന്നാണ് വരുന്നത് ഈ ടെൻസിൽ. അപ്പോൾ ലഡ്കെ ഖേൽ രഹേ ഹേ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ലക്ഷ്മിയും സീതയും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ട് പെൺകുട്ടികളാണ് അല്ലേ? ലക്ഷ്മിയും സീതയും. അപ്പോൾ സ്ത്രീലിംഗമാണ് സബ്ജക്ട്സ്, സബ്ജക്റ്റ്. അതുപോലെ അത് പ്ലൂറലുമാണ്. അപ്പോൾ എങ്ങനെ വരും? ലക്ഷ്മി ഔർ സീത. ലക്ഷ്മിയും സീതയും. നാച്ച് രഹി ഹേം. കണ്ടോ, ഹേക്ക് ഡോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ രഹി എന്ന് വെച്ചു, കാരണം സബ്ജക്റ്റായിട്ട് വരുന്ന ആൾക്കാർ സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് ലക്ഷ്മി ഔർ സീത നാച്ച് രഹി ഹേ. ഞാൻ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ, മേം. മേമിൻ്റെ കൂടെ ആദ്യത്തെ നമ്മൾ ടെൻസിൽ പഠിച്ചായിരുന്നു, മേമിൻ്റെ കൂടെ ഹൂം വരണം. അപ്പോൾ കണ്ടോ, മേം പാഡ് പഡ് രഹാ ഹൂം. ഇവിടെ രഹ എന്ന് വെച്ചതിൻ്റെ റീസൺ, ഞാൻ, ഈ പറയുന്നയാൾ പുല്ലിംഗ ശബ്ദമാണ്. അതുകൊണ്ടാണ് മേം പാഡ് പഡ് രഹാ ഹൂം എന്ന് വെച്ചത്. അതേസമയം ഒരു സ്ത്രീയാണ് പറയുന്നതെന്ന് വിചാരിച്ചു, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. മേം ഗാ രഹി ഹൂം. കണ്ടോ, സ്ത്രീലിംഗം വന്നപ്പോൾ അവിടെ രഹി എന്ന് ചേർത്തു. മേമിൻ്റെ കൂടെ എപ്പോഴും ഹൂം എന്നേ വരികയുള്ളൂ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. നിങ്ങൾ, പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. തും ബോൽ രഹേ ഹോ. രഹേ എന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? പുല്ലിംഗമാണ്. പിന്നെ ഇത് നിങ്ങൾ റെസ്പെക്റ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബഹുവചനം ആയതുകൊണ്ടായിരിക്കാം പറയുന്നത്. എന്തായാലും ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? പ്ലൂറലിൻ്റെ ഫോമിലോട്ടാണ് പോകുന്നത്. രഹേ, പുല്ലിംഗം ആയതുകൊണ്ട് രഹേ.
ഇനി തും ബോൽ രഹേ ഹോ, തുമ്മിൻ്റെ കൂടെ ഹോ എന്ന് ചേർക്കണമെന്ന് നമ്മൾ ഫസ്റ്റ് ടെൻസിൻ്റെ കാറ്റഗറിയിൽ പഠിച്ചതാണ്. ഇനി നിങ്ങൾ സ്ത്രീയാണ് പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്നു. തും ലിഖ് രഹി ഹോ, ലിഖ്ന എന്നല്ല എഴുതുന്നതിന് പറയാം. അപ്പോൾ തും ലിഖ് രഹി ഹോ. കണ്ടോ, തും വന്നപ്പോൾ ഹോ ചേർത്തു. ഇവിടെ സ്ത്രീലിംഗ ശബ്ദത്തെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് രഹി എന്ന് ചേർക്കുന്നു. ഇനി ഞങ്ങൾ എന്ന് വരുമ്പോൾ ആരെ ചേർക്കണം? ഹം എന്നാണ് ചേർക്കേണ്ടത്. ഞങ്ങൾ അത് പുല്ലിംഗമാണെങ്കിൽ നോക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വെർബ് വരുന്നത്. നോക്ക്, ഹം കാം കർ രഹേ ഹേം. ഹം കാം കർ രഹേ ഹേം. കണ്ടോ, ഇവിടെയും എന്താണ് ഹേം എന്ന് ചേർത്തത്? ഹേക്ക് ഡോട്ട് ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇത് പ്ലൂറൽ ആയതുകൊണ്ട്. ഇവിടെയും അതെ, കണ്ടോ, പ്ലൂറൽ ആയതുകൊണ്ട്. ഇവിടെ രഹേ എന്ന് വെച്ചത് എന്താ? പുല്ലിംഗ ബഹുവചനം. ഹം പുല്ലിംഗ ബഹുവചനമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഹം കാം കർ രഹേ ഹേ. അടുത്തത് ഞങ്ങൾ സ്ത്രീകളാണ് പറയുന്നത്, കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹം ഖേൽ രഹി ഹേ. കണ്ടോ, സ്ത്രീലിംഗ ശബ്ദത്തെ സൂചിപ്പിക്കുന്നു. രഹി ഹേ, ഹേക്ക് ഡോട്ട് ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും ഈ സെൻറ്റൻസുകളിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ റൂൾസ് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ നമ്മൾ രഹി എന്ന് ചേർക്കും. സബ്ജക്റ്റ് സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ രഹി എന്ന് ചേർക്കുന്നു. പുല്ലിംഗ ഏകവചനമാണെങ്കിൽ രഹ എന്ന് ചേർക്കുന്നു. പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ രഹേ എന്ന് ചേർക്കുന്നു. ഇനി യഹ് വഹ് യേ വേ, ഇതെല്ലാം ഇതിന് മുൻപത്തെ ടെൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും ഏകവചനമാണ്. യേ വേ എന്നുള്ളത് ബഹുവചനമാണ്. ഇനി ഇത് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീലിംഗത്തെയാണോ പുല്ലിംഗത്തെയാണോ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വെർബിൽ അല്ലെങ്കിൽ രഹ രഹയൊക്കെ വയ്ക്കുമ്പം ചേഞ്ചസ് വരുത്താൻ. അത് ഇതിന് മുമ്പത്തെ ടെൻസിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇനി മേമിൻ്റെ കൂടെ ഹൂം എന്ന് മാത്രം ചേർക്കുക, തുമ്മിൻ്റെ കൂടെ ഹോ എന്ന് മാത്രം ചേർക്കുക. ഏകവചനമാണെങ്കിൽ ഹേ, ബഹുവചനമാണെങ്കിൽ ഹേം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ റൂൾസ് മനസ്സിലാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കറക്ഷൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. മേം കാം കർ രഹ ഹേം. ഹേം എന്ന് ചേർക്കില്ല അല്ലേ, ബാക്കിയെല്ലാം കുഴപ്പമില്ല. മേം കാം കർ രഹ ഹൂം എന്ന് ചേർക്കണം. ഓക്കെ, ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഹിന്ദി എഴുതുമ്പോൾ എപ്പോഴും ആ ലെറ്റേഴ്സിൻ്റെ മുകളിലുള്ള ലൈൻ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ലൈനിനോട് ചേർന്ന് വരുന്ന പോലെ എഴുതുക, അപ്പോഴാണ് ഭംഗി. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. വേ ആ രഹ ഹേം. എന്താണ് ഇവിടെ ചേഞ്ച് വരുത്തേണ്ടത്? കണ്ടോ, വേ എന്ന് പറയുമ്പോൾ അത് ഏകവചന അല്ല, ബഹുവചനമാണ് അല്ലേ. വേ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. അപ്പോൾ രഹേ എന്ന് ചേർക്കാൻ പാടില്ല, രഹ എന്ന് വയ്ക്കാൻ പാടില്ല, രഹേ എന്നാണ് വയ്ക്കേണ്ടത്. അതായത് ഈ സെൻറ്റൻസ് ഇങ്ങനെ മാറ്റി എഴുതണം. വേ ആ രഹേ ഹേം. ഇവിടെ ഡോട്ട് വേണോ? വേണം, കാരണം ഇത് പ്ലൂറലാണ്. വേ ആ രഹേ ഹേം. അടുത്തത് നോക്കാം. ഹം പഠ്തേ രഹേ ഹേം. ഹം പഠ്തേ രഹേ ഹേം. അതിൻ്റെ ആവശ്യമില്ല. ഹം പഠ് രഹേ ഹേം എന്ന് മതി. ഹം പഠ് രഹേ ഹേം. ഇവിടെ എന്താ ചേഞ്ച് വരുത്തിയത്? ഈ തേ എന്നുള്ളത് ആവശ്യമില്ലായിരുന്നു, അത് മാറ്റി. ഇനി നാലാമത്തെ നോക്കാം. തും നാച്ച് രഹി ഹേം. തും എന്നാണ് തുടങ്ങിയിരിക്കുന്നത്, അപ്പോൾ ഹേം വയ്ക്കാവോ? ഇല്ല. സബ്ജക്റ്റ് തുമ്മാണെങ്കിൽ നമ്മൾ ഹോ എന്ന് തന്നെ ചേർക്കണം. ബാക്കിയെല്ലാം കറക്റ്റാണ്. തും നാച്ച് രഹി ഹോ. അടുത്തത് നോക്കാം. അഞ്ചാമത്തെ. ലഡ്ക പഠ് രഹി ഹേം. ലഡ്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പുല്ലിംഗമാണ് അല്ലേ. പുല്ലിംഗമാകുമ്പോൾ രഹി എന്ന് വയ്ക്കില്ല, ഇത് സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ കൂടെ വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വയ്ക്കേണ്ടത് രഹ എന്നാണ്. ലഡ്ക പഠ് രഹ ഹേം എന്ന് വയ്ക്കണോ? വേണ്ട, ഇത് ബഹുവചനത്തിൻ്റെ കൂടെ മാത്രമേ ഡോട്ട് ഇടാവുള്ളൂ. അപ്പോൾ രഹ ഹേ എന്ന് മതി, ഈ ഹേം വേണ്ട. ലഡ്ക
പഡ് രഹാ ഹേ. കണ്ടോ, ഈ വരകളെല്ലാം നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ വരേനോട് ചേർന്ന് നിൽക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഇനി നമുക്ക് ആറാമത്തെ സെൻറ്റൻസ് നോക്കാം. ശിവ് ഔർ രാം ഖേൽ രഹാ ഹേ. കണ്ടോ, ഇവിടെയാണ് കറക്ഷൻ അല്ലേ. ശിവ് ഔർ രാം എന്ന് പറയുമ്പോൾ പുല്ലിംഗ ബഹുവചനമാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പോൾ എന്ത് ചേർക്കണം? ശിവ് ഔർ രാം എന്ന് അതുപോലെ വയ്ക്കാം. എന്നിട്ടോ ഖേൽ രഹേ ഹേം. കാരണം ബഹുവചനമായതുകൊണ്ട് ഡോട്ട് ഇടണം. ഹേക്ക് ഹേം എന്നാണ്. ശിവ് ഔർ രാം ഖേൽ രഹേ ഹേം. അടുത്തത് നോക്കാം. വഹ് ജാ രഹേ ഹേം. വഹ് എന്ന് പറയുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ എന്താണെങ്കിലും അത് ബഹുവചനമല്ല, ഏകവചനമാണ്. അപ്പോൾ ഇവിടെ രഹേ വെക്കണോ? രഹേ ഹേം. ഇവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്. നമ്മൾ എങ്ങനെ എഴുതും? വഹ് ജാ രഹാ മതി. രഹാ ഹേ. ഓക്കെ. അവൻ, ഞാനിപ്പോൾ ഇവിടെ പുല്ലിംഗമായിട്ട് എടുത്തിരിക്കുന്നു. അവൻ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, പോകുന്നു അല്ല പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം രഹ എന്ന് വരുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട് ടെൻസിന്, ആ സെൻറ്റൻസിന്. ഇനിയും നോക്കാം അടുത്തത്, എട്ടാമത്തത്. മുഹമ്മദ് ആ രഹേ ഹേം. മുഹമ്മദ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. മുഹമ്മദ് ആ, ഇതുവരെ കറക്റ്റാണ്. പിന്നെ ചേഞ്ച് ഇവിടെയാണ്. രഹാ ഹേ. ഡോട്ട് വേണ്ട, ഏകവചനമായതുകൊണ്ട്. ഇനി ഇവിടെ തും ലിക്തി രഹി ഹോ. എന്താ അവിടെ ചേഞ്ച്? ലിക്തി എന്ന് വേണ്ട, ബാക്കിയെല്ലാം കറക്റ്റാണ്. തും, അതിൻ്റെ കൂടെ രഹി ഹോ, അതെല്ലാം കറക്റ്റാണ്. പക്ഷെ ഇവിടെയാണ് ചേഞ്ച്. ഇത് ലിഖ് എന്ന് മതി. തും ലിഖ് രഹി ഹോ, അത് മതി. ഇനി പത്താമത്തെ സെൻറ്റൻസ് നോക്കാം. മാതാജി സോ രഹേ ഹേം. മാതാജി എന്ന് പറയുമ്പോൾ എന്താണ്? രഹേ എന്ന് വയ്ക്കണോ? വേണ്ട, രഹി എന്ന് വെച്ചാൽ മതി. കാരണം സ്ത്രീലിംഗമാണ് നമ്മുടെ സബ്ജക്റ്റ്. മാതാജി സോ രഹി, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഡോട്ട് വേണോ? വേണ്ട. ഹേ. കണ്ടോ, ഹേക്ക് ഇവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ, ആ സെൻറ്റൻസിൽ ഇവിടെ നമുക്ക് ശരിക്കുള്ള ആൻസറിൽ ആ ഡോട്ട് വേണ്ട. ഈ ഒരു ടെൻസിൻ്റെ റൂൾസ് എല്ലാം കുട്ടികൾക്ക് ഉപയോഗിച്ച് തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടെൻസിൻ്റെ റൂൾസും കറക്ഷൻസും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക്